ഹായ് ഗൈസ്, ഈ തെങ്ങിൻതോപ്പുകളും വിശാലമായ നെൽപ്പാടങ്ങളും കണ്ട് കേരളത്തിലെ ഗ്രാമമാണെന്ന് തെറ്റിദ്ധരിക്കാൻ വരട്ടെ, ഇത് തമിഴ്നാടാണ്. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ യാത്ര തമിഴ്നാട്ടിലേക്കാണ്. നമ്മുടെ അല്ലു അർജുന്റെ പുഷ്പ മൂവിയിലെ ശ്രീവല്ലി സോങ്ങിലെ ചില രംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ള തിരുമലൈ കോവിലേക്കാണ് നമ്മുടെ യാത്ര. ചെങ്കോട്ടയിൽ നിന്ന് ലെഫ്റ്റ് കയറുക, പൻപൊളി എന്ന് പറയുന്ന സ്ഥലത്തെത്തും. അവിടെ നിന്ന് ലെഫ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരുമല കോവിൽ റൂട്ടിലേക്ക് ഇതുപോലെ എത്തിച്ചേരാൻ പറ്റും. സോ ഗൈസ്, പോകുന്ന വഴി രണ്ട് സൈഡിലുമായി ഒരുപാട് കോവിലുകൾ കാണാം. അവിടുത്തെ ശില്പകല എന്ന് പറയുന്നത് തമിഴരുടെ ശില്പകല എന്ന് പറയുന്ന വേറെ ലെവൽ തന്നെ അല്ലേ. അപ്പോൾ നമ്മൾ ഏകദേശം തിരുമല കോവിൽ ഇവിടെ നിന്ന് തന്നെ കാണാൻ സാധിക്കും, റോഡിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. വലിയൊരു പാറയുടെ മുകളിലാണ് ഈ കോവിലുള്ളത്. അപ്പോൾ നമ്മൾ അതിന്റെ ബേസ്മെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് തിരുമലൈ കോവിൽ എന്ന ബോർഡ് കാണാൻ സാധിക്കും. അങ്ങനെ ഈ ഒരു പ്രദേശത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ വളരെ കുറച്ച് കടകളൊക്കെ നമുക്ക് കാണാം. വളരെ തിരക്ക് കുറഞ്ഞൊരു ഭാഗമാണ്. കൂടുതലും നമ്മൾ കണ്ടത് പൂക്കടകളാണ്. അതുകൊണ്ട് ഇതുപോലെ പൂക്കടകൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അവിടെ നിന്ന് നാഗൂസ് കുറച്ച് പൂക്കളൊക്കെ മുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇതാ ഈ മലയാളം ബോർഡ്, ഹോട്ടൽ കമാലി, ഈ മലയാളം ബോർഡ് എൻ്റെ മുന്നിൽ കണ്ടത്. ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് വണ്ടി മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ മുകളിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് സ്റ്റെപ്പുകൾ വഴി കയറി പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട്. 600-ൽ പരം സ്റ്റെപ്പുകളാണ് ഇവിടെ ഉള്ളത്. അപ്പം നമ്മൾ ഈ കാഴ്ചയൊക്കെ കണ്ട് വണ്ടി മുകളിൽ കൊണ്ടുപോകേണ്ടതിനാൽ വണ്ടിയിലാണ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള വ്യൂ എന്ന് പറയുന്നത് കിട്ടില്ലനാണ്. റോഡ് എന്ന് പറയുന്നത് നൈസാണ്, ഗട്ടറൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് നമുക്ക് റൈഡ് ചെയ്ത് പോകാൻ പറ്റുന്ന റോഡാണ്. അപ്പം അങ്ങ് ദൂരെ ഇതാ നല്ല രീതിയിൽ പച്ചപ്പൊക്കെ കാണാൻ പറ്റും. തെങ്ങിൻ തോപ്പുകൾ നിൽക്കുന്ന കണ്ടില്ലേ. കേരം തിങ്ങി നിറഞ്ഞ നാട്, കേരളം മാറ്റി തമിഴ്നാടാക്കേണ്ടി വരുമോ ഗൈസ്? ഇപ്പം നമ്മൾ തേങ്ങയെല്ലാം കൂടുതലും തമിഴ്നാട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ മനോഹര കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ഹെയർ പിന്നുകളൊക്കെ ഇനി ഉടൻ വരാനുണ്ട്. അതുവഴിയൊക്കെ മുകളിലേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെ വെള്ളം നിർത്തി സൂക്ഷിച്ചു നോക്കിയാൽ മേക്കരൈ ഡാം കാണാം. ഇതാ കണ്ടില്ലേ, ഹെയർ പിന്നുകൾ. രണ്ട് സൈഡിലുമായിട്ട് പാറകൾ കാണാം. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഈ പാറകൾ വെട്ടിപ്പിളർന്നാണ് ഇതിനിടയിൽ കൂടി റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കൊള്ളാം, നൈസ്. ഇതാ സൂര്യാസ്തമയത്തിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ നമുക്ക് സൺസെറ്റൊക്കെ പകർത്തേണ്ടതുണ്ട്. അപ്പോൾ അതാണ് മറ്റൊരു ദേശം. പിന്നെ കോവിലൊന്ന് കാണണം, അതിന് ചുറ്റുമുള്ള വ്യൂ ഒക്കെ ഒന്ന് നമുക്ക് എടുക്കണം. അതിനുവേണ്ടി മുകളിൽ എത്തേണ്ടതുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ യാത്രയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. റോഡ് നൈസ് ആണ്, പക്ഷേ സ്ലോ ആയിട്ട് റൈഡ് ചെയ്ത് പോവുക. കാരണം മുകളിൽ നിന്ന് ഒരുപാട് വണ്ടികൾ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. മാത്രമല്ല ഹെയർ പിൻസ് ഉണ്ട്. ദാ കണ്ടില്ലേ, മനോഹരമായ ഹെയർ പിൻസുകളുണ്ട്. അതുകൊണ്ട് മോട്ടോർ സൈക്കിളൊക്കെ ഓടിക്കുന്നവരെ സംബന്ധിച്ച് കൂടുതൽ ഇഷ്ടപ്പെടും ഈ പാത്ത് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ സിബ്രുമോനിൽ ഞാൻ നാഗൂസും മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സായ സുബിനും സാമുലും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യും. അവർ തെങ്കാശിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അവർ റൂം എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ മുകളിലേക്ക് ഓൾമോസ്റ്റ് എത്താറായിക്കൊണ്ടിരിക്കുന്നു. നല്ല കിടിലൻ വ്യൂ ആണ്, നല്ല റൈഡിങ് എക്സ്പീരിയൻസ് ആണ്. കണ്ടില്ലേ, മനോഹരമായ റോഡ്. ഗൈസ്, അപ്പോൾ നമ്മൾ ടോപ്പ് ലെവലിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്ന കാണാം. വിശാലമായൊരു പാർക്കിംഗ് സ്പേസ് ആണ് നമ്മൾ മുകളിലേക്ക് എത്തുമ്പോൾ കാണുന്നത്. നമുക്ക് സ്ഥലമുള്ള എവിടെ വേണേലും കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സിബ്രുവിനെ കൊണ്ടുവന്ന് നല്ലൊരു കിടിലൻ സ്പോട്ടിൽ പാർക്ക് ചെയ്യുക. എന്നിട്ട് സിബ്രുവിൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സൺസെറ്റ് ഉൾപ്പെടെയുള്ള വ്യൂ എടുക്കാമെന്ന് വിചാരിച്ച് ഇതാ ഞാൻ ഈ ഒരു പോയിന്റിൽ പാർക്ക് ചെയ്യാമെന്ന് വെച്ചു. ഇത് കൊള്ളാം അല്ലേ. ഇതാ കണ്ടില്ലേ ഗൈസ്, മനോഹരമായ കിട്ടിലൻ ഏരിയൽ വ്യൂ ആണ് കാണുന്നത്. നല്ലൊരു പച്ചപ്പും കാര്യങ്ങളും, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് മലനിരകൾ. ആഹാ, അടിപൊളി സെറ്റ് കാഴ്ചയല്ലേ. ചെറിയ ജലാശയങ്ങളൊക്കെ നമ്മൾ കണ്ടത്, താഴേന്ന് കണ്ടത് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് ഉയരത്തിൽ നിന്ന് കാണാൻ സാധിക്കും. റോഡുകളും ആ റോഡുകളും നല്ല മനോഹരമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അല്ലേ. കണ്ടില്ലേ, ഇതാണ് കോവിലിന്റെ പരിസരം. കോവിലിനുള്ളിലെ കാഴ്ചകൾ ഏതാനും സമയത്തുള്ളിൽ കാണിക്കാം. ചെറിയ മിനി ബസ്സൊക്കെ താഴെ നിന്ന് മുകളിലേക്ക് കയറി വരുന്ന കാഴ്ച നല്ല മനോഹരമാണ്. വളരെ ചെറിയ രീതിയിൽ നമുക്ക് ആ ബസ്സൊക്കെ കാണാൻ പറ്റും. അത്രയും ദൂരത്തിലാണ്, നമ്മൾ ഉയരത്തിലാണ് നിൽക്കുന്നത്. വിശാലമായ വ്യൂ. ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ കയറി വന്ന ബേസ്മെന്റ് ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ കയറി വന്നത്. കണ്ടോ, ഞാൻ സൂം ഔട്ട് ചെയ്യാം. കണ്ടോ, ഇത്രയും ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സുബിനും സാമലും വരുന്നവരെ നമുക്കൊന്ന് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാമെന്ന് വെച്ച് നാഗൂസിൻ്റെയും സിബ്രുവിൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ നമ്മൾ എടുക്കുകയാണ്. അടിപൊളി വ്യൂ ആണ് ഗൈസ്. അതുപോലെ നല്ലൊരു കൂൾ വൈബാണ്, കൂൾ ക്ലൈമറ്റാണ് ഇവിടെ ഉള്ളത്. വൈകുന്നേരങ്ങളിൽ സൺസെറ്റിലേക്ക് അടുക്കുകയാണ്. സൺസെറ്റ് നമുക്ക് പകർത്താൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്.
അപ്പോൾ നമ്മൾ എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടുന്ന് കാണിച്ചു തരാം. ഇതാണ് സുബിനും സാമുവലും, ഇത് ഞാൻ നാഗൂസും, ഇത് നമ്മുടെ സിബ്രുമോ. അങ്ങനെ ഞങ്ങൾ പല ആംഗിൾസിലൊക്കെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ ഓർമ്മയ്ക്കായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ സൺസെറ്റ് കഴിയുകയാണ്. സൺസെറ്റ് കഴിഞ്ഞിട്ടുള്ള ലൈറ്റൊക്കെ മങ്ങിയതിന് ശേഷമുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. എന്നാൽ ഇപ്പോഴും പ്രകാശമുണ്ട്. സുബിനും സാമുവലും സൺസെറ്റിന് ശേഷമാണ് എത്തിയത്. അങ്ങനെ ഞങ്ങൾ പൂക്കളുമൊക്കെയായി മുകളിലേക്ക് പടികൾ കയറുകയാണ്. ഇത് ശ്രീവല്ലി സോങ്ങിൽ കാണുന്ന പടികളാണ്, കണ്ടില്ലേ? രശ്മിക മന്ദാന ഈ പടികൾ കയറി വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മുകളിൽ സുബിൻ ഓൾറെഡി ഫോട്ടോ ഒക്കെ എടുക്കാൻ റെഡിയായി നിൽക്കുകയാണ്. ഇതിന് അടുത്തായിട്ട് ചെറിയൊരു കോവിൽ കൂടിയുണ്ട്. അതിനടുത്തായിട്ട് ചെറിയൊരു ടീ സ്റ്റാളും സ്നാക്സും ഒക്കെ കിട്ടുന്ന കടയൊക്കെ ഉണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടും. ഇതാണ് ടെമ്പിളിന്റെ മുൻവശം. അടിപൊളിയായിട്ടാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്, കണ്ടില്ലേ? കൊത്തുപണികൾ എന്നൊക്കെ പറയുന്ന വേറെ ലെവലാണ്. എന്റെ മുകൾ വശം കണ്ടില്ലേ ഗൈസ്? എന്റെ കിടിലനായിട്ടാണ് സ്കൾപ്ചർ എന്ന് പറയുന്നത്. ഇതാണ് ടെമ്പിളിന്റെ മറ്റൊരു വശം. ഇതുവഴി സ്റ്റെപ്പ് വഴി നമുക്ക് താഴേക്ക് ഇറങ്ങി വരാം. ഇവിടെ വലിയൊരു മയിലിന്റെ പിക്ചറൊക്കെ ഉണ്ട്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലതാണ്. ചെറിയൊരു ഗോപുരമൊക്കെ അടുത്ത സൈഡിലായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ടെമ്പിളിനകത്ത് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ ചുറ്റും ഒന്ന് നടന്ന് ടെമ്പിളിൻ്റെ പറ്റുന്ന ചില ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഇതാണ് ടെമ്പിളിൻ്റെ തൂണുകൾ. അതിനകത്ത് നല്ല രീതിയിൽ അവർ ഡെക്കറേഷൻസ് ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ പോകേണ്ട ഒരു സ്ഥലമാണ്, വിസിറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ ഒരു മണിയൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട്. എന്തൊക്കെയോ തമിഴിൽ എഴുതിയേക്കുന്നു. എനിക്ക് വായിക്കാൻ അറിയാത്തതുകൊണ്ട് അതിലോട്ട് പോകുന്നില്ല. ഇനി നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന കാണാൻ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരു വേലും 2 മയിലും ഉണ്ട്. അതിനിടയിലായിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നൊരു ലൊക്കേഷനാണ്. എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് കണ്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തു. ഇതിന് പുറകിലാണ് അമ്പലക്കുളം, കണ്ടില്ലേ? ചിറ അഥവാ അമ്പലക്കുളം. പഴനിയിൽ നിന്ന് താഴേക്ക് നോക്കുന്ന പോലെ വളരെ വിശാലമായ ലൈറ്റുകളൊക്കെ കത്തി നിൽക്കുന്ന ഒരു നൈറ്റ് വ്യൂവും കൂടെ നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റും. സോ ഇതൊക്കെയാണ് തിരുമലക്കോവിൽ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു കിടിലൻ വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺ ടു ലൈഫ് ബൈ ഫ്രെയിംസ്.